എല്ലാ ക്യാരക്ടർ റോൾസിനും നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു ഫേസ് ആണ് ഇപ്പൊ മലയാള സിനിമയുടെ. ഒരു സിനിമയ്ക്കകത്ത് നായകൻ വേണമെന്നോ നായിക വേണമെന്നോ അങ്ങനെയില്ല. പ്രേക്ഷകന് ചിരി സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ടും. സംഗതി മരണം അതിനകത്തൊരു പ്രമേയമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 40 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു 10-15ഓളം പേര് മെയിൻ ലീഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രാധാന്യം ഉണ്ടാവും. ഞാൻ ശരിക്കും എന്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ മനസ്സിൽ കണ്ടിട്ടൊക്കെ എഴുതിയ ഒരു സംഗതിയാണ്. നേരിടുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പുറത്തിരുന്ന് കരുതുന്ന സമയത്ത് അമ്മ അപ്പുറത്തുനിന്ന് കണ്ണൊക്കെ തടസ്സം എന്നെ മാനേജറേക്കാളും ബുദ്ധിമുട്ടാണ്. വീടിന്റെ ഫ്രണ്ടിലുള്ളവർക്ക് വീടിന്റെ ബാക്കിലത്തെ കഥ അറിയത്തില്ല, വീടിന്റെ ബാക്കിലുള്ളവർക്ക് വീടിന്റെ സൈഡിലത്തെ കഥ അറിയത്തില്ല. ഇത് മൊത്തം അപ്പുറത്തെ വീട്ടിൽ അറിയില്ല. അതാണ് ഈ വീടെന്ന് വെച്ചാൽ വീടിനകത്ത് വേറെ ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ തന്നെ ഇത് മറ്റേ ഇതിലിരിക്കുകയാണ്. Hi, hello viewers, you're watching me on Flowers and this is me Faustina here. നമ്മുടെ കൂടെ ഇന്ന് വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന മൂവിയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ജോയിൻ ചെയ്യുന്നു നമ്മുടെ സ്വന്തം അനശ്വര, വിപിൻ ചേട്ടൻ, സിജു ചേട്ടൻ ആൻഡ് വിപിൻ ദാസ് ചേട്ടാ. വെൽക്കം ടു ദ ഷോ. അപ്പൊ 4 പേർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ദ ഷോ. ശരിക്കും പേര് കേട്ടപ്പോഴായിരുന്നു ഞാൻ ഇന്റർവ്യൂവിന് അന്വേഷിക്കുമ്പോ ദൈവമേ തെറ്റിക്കാതെ പറയണമല്ലോ എന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു. ശരിക്കും ഈ പേര് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇതാണ് പേരിന് ഫിക്സ് ചെയ്യാനുള്ള ഒരു മൊമെന്റ് എന്തായിരുന്നു? അത് ഞങ്ങള് അങ്ങനെ ഒന്ന് കൂടി ആലോചിച്ചായിരുന്നു എന്ത് പേര് നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോ സഞ്ജയന കാർഡിലൊക്കെ സാധാരണ എഴുതി കണ്ടിട്ടുണ്ടാവും വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങളൊരു സറ്റയർ പേരാണ് കൊടുത്തിട്ടുള്ളത്. സിനിമയില് പ്രേക്ഷകന് കിട്ടുന്നത് വ്യസനം ആയിരിക്കില്ല, പക്ഷെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണെന്ന് തോന്നി. ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ ഇടപെട്ടിട്ട് ഉണ്ടാകുന്ന ചില സംഗതികളാണ് ടോട്ടൽ കഥ. ശരിക്കും അനശ്വരക്ക് ഈ പേര് ഫസ്റ്റ് കേട്ടപ്പോ എന്താണ് തോന്നിയത്? പറഞ്ഞ സമയത്ത് ആദ്യം കേട്ട ടൈമിലുള്ള റിയാക്ഷൻ എന്തായിരുന്നു? എന്നോട് നറേറ്റ് ചെയ്യുമ്പോ ടൈറ്റിൽ വേറെ ആയിരുന്നു, എന്റെ ടൈറ്റിൽ വേറൊരു ടൈറ്റിലായിരുന്നു. അതിനുശേഷമാണ് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ ടൈപ്പ് ചെയ്തിട്ടാ കിട്ടുന്നത്. ഈ വായിക്കാൻ പറ്റുന്നില്ല എന്താ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. പക്ഷെ കേട്ടപ്പോ സിനിമയ്ക്ക് ഏറ്റവും ആപ്റ്റ് ആയ ഒരു ടൈറ്റിലാണ് എന്ന് എനിക്ക് തോന്നിയത് ഇതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്കാണെങ്കിൽ ആദ്യം ടൈപ്പ് ചെയ്ത് കണ്ട സമയത്ത് ഇത് എങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു പ്രശ്നം. ഇപ്പൊ ഇതിന്റെ പോസ്റ്റർ നോക്കണ സമയത്ത് ഞാൻ കണ്ടു, അതായത് ഒരു ആംബുലൻസ് ഉണ്ട്, പിന്നെ ഒരു കാല് കെട്ടിവെച്ചേക്കണ പോലെ കാണാം, കുറെ ആൾക്കാരുണ്ട്. അതിന്റെ 3 പേരാണെങ്കിൽ സിജു ചേട്ടനും ഇതുപോലെ അനശ്വരയും പിന്നെ നമുക്ക് വേറെ ജനമുണ്ട്. അപ്പൊ നിങ്ങൾ 3 പേരുടെ മുഖത്ത് മാത്രമേ ചിരി കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചത് നിങ്ങളെ ഞാനാണോ കൊന്നേ എന്നായിരുന്നു എന്റെ ഫസ്റ്റ് തോട്ട് പോയത്. ശരിക്കും നമ്മുടെ സ്റ്റോറി ലൈൻ എങ്ങനെയാ പോണത്? എന്നോടാണല്ലേ ചിരിന്ന് പറഞ്ഞത്. ചിരി തീർച്ചയായിട്ടും പ്രേക്ഷകന് ചിരി സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് ഉറപ്പായിട്ടും. സംഗതി മരണം അതിനകത്തൊരു പ്രമേയമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു സംഗതിയാണ്. നാട്ടിൻപുറത്ത് ഒരു വീട്ടിലൊരു സംഭവം നടക്കുന്നു, അതിനെ തുടർന്ന് ചില സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു. അതിനെ ഓരോരുത്തരും എങ്ങനെ നോക്കിക്കാണുന്നു, ആ നാട്ടുകാരെങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ ബന്ധുക്കൾ എങ്ങനെ നോക്കിക്കാണുന്നു, ഓരോരുത്തരും അവരവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സംഭവത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു, ഇതൊക്കെയാണ് സിനിമ. ഓക്കെ, ശരിക്കും അനശ്വരി വ്യസനം എന്ന് പറയുമ്പോൾ സങ്കടം എന്നാണല്ലോ അർത്ഥം വരുന്നത്. അപ്പൊ ശരിക്കും അത് മരണമാണോ ഈ മെയിൻ ആയിട്ട് പോണ ഒരു സങ്കടം മരണമായിരിക്കോ? അതിന്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ നടക്കുന്ന മരണമാണ്. ഒരു വീട്ടിൽ മരണം നടക്കുന്നു, ഈ പറഞ്ഞ പോലെ അവിടെ എത്തിപ്പെടുന്ന ആൾക്കാർ, അതിനെ വേറൊരു രീതിയിലാക്കാൻ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ പല അവിടെ എത്തിച്ചേർന്ന് നമുക്ക് പരിചയമുള്ള കുറെ, ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഒരു നമുക്ക് പരിചയമുള്ള മരണ വീട്ടിലൊക്കെ നമുക്ക് പരിചയമുള്ള കുറെ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും ഒരു വീട്ടിലോ ഇങ്ങനെ വരുന്ന ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് പരിചയമുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എപ്പോഴേലും നമുക്ക് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റുന്ന കുറെ ക്യാരക്ടേഴ്സ്, അവിടെ എത്തിപ്പെടുന്ന കുറെ ആൾക്കാർ, ഈ വ്യസന ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും. അത് ശരിക്കും ചേട്ടൻ എന്തെങ്കിലും മരണ വീട്ടിൽ ചിരിച്ചുകൊണ്ട് നിൽക്കണതിന്റെ ഒരു സംഭവം എന്തായിരിക്കും? ചേട്ടൻ ഭയങ്കര ചിരിച്ചോണ്ടിരിക്കുന്നവരെ ചിരിക്കണേന്നുള്ള സാധ്യത. അതൊരു അവസരമാണ്, ആ മരണവടി ഞങ്ങൾക്ക് ഒരു അവസരമാണ്. അതാണ് ആ ചിരികളെ പറയാൻ പറ്റില്ല. ശരിക്കും സാർ ഈ ഫസ്റ്റ് ടൈം ഈ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് ഇത് ദിസ് വൺ ഐ ഹാവ് ടു ഡു എന്നുള്ള ഒരു പിക്ചർ നമുക്ക് വരണമല്ലോ. അപ്പൊ ഏത് പോയിന്റിലായിരിക്കും അങ്ങനെ തോന്നിയത്, അതായത് ദിസ് ഇസ് ദ തിങ് ദാറ്റ് ഐ ഹാവ് ടു ഡു എന്നുള്ള സാധനം വന്നത്? കേട്ട് കഴിഞ്ഞപ്പോ തന്നെ തോന്നിയായിരുന്നു. അപ്പം അതിലുള്ള കൺഫ്യൂഷൻ, ഒരു മെയിൻ ലീഡ് ഒരു ഹീറോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന പരിപാടികളൊന്നും പടത്തിലില്ല. അപ്പൊ അത് വെച്ചിട്ടൊരു പടം പിക്ക് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും പിവിന്റെ ഈ സിനിമ ഒരുപാട് താമസം തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കേൾക്കുമ്പോൾ കഥ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒരു ലീഡ് റോൾ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തൊരു 10-40 ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊരു 10-15ഓളം പേര് മെയിൻ ലീഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ പ്രാധാന്യമുണ്ട്. അപ്പം
അതുള്ളതുകൊണ്ട് ഒരാള് അത് മുൻകൈ എടുത്ത് പടം ചെയ്യാൻ ചിലപ്പോൾ താല്പര്യപ്പെടില്ല, ഒരു ആക്ടർ. അപ്പൊ അതുകൊണ്ടായിരിക്കും പടം ഇത്രയും ഡിലേ ആവുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് അത് തന്നെയാണ് എൻ്റെ പ്ലസ് പോയിന്റും അത് തന്നെയാണ് എൻ്റെ മൈനസ് പോയിന്റും. അപ്പം നമുക്ക് ഇങ്ങനത്തെ കുറെ ടൈപ്പ്, ഇപ്പൊ തിങ്കളാഴ്ച നിശ്ചയം, ഇല്ലെങ്കിൽ ജാനേമൻ, അങ്ങനത്തെ കുറെ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പം അതൊന്നും ഒരാളെ കേന്ദ്രീകരിച്ചിട്ടല്ല സിനിമ പോകുന്നത്. അപ്പോൾ എന്നാ പിന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിൽ അപ്പോഴാണ് വരുന്നത്. നമുക്ക് ലീഡ് ഒരാളില്ലെങ്കിലും എല്ലാം നല്ല ആക്ടേഴ്സ് ആണെങ്കിൽ പടത്തിന് അത് ഗുണം ചെയ്യും, സിനിമ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും. ബേസിക്കലി കണ്ടന്റ് ആണല്ലോ നമുക്ക് ഇമ്പോർട്ടൻ്റ്. അപ്പൊ കണ്ടന്റ് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അപ്പൊ പിന്നെ കണ്ടന്റ് സ്ട്രോങ് ആണെങ്കിൽ പിന്നെ വേറൊന്നും ആലോചിക്കില്ല. ഞാൻ ഇതുവരെ ചെയ്ത പടത്തിലൊന്നും ഹീറോ ഇല്ല, അതൊരു സ്പെഷ്യാലിറ്റി ആണ്. ഇതുവരെ ചെയ്ത ഒരു പടത്തിനും ഇല്ല ഹീറോ. അപ്പൊ അതുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ ഈസിയാണെന്ന് തോന്നി. ഓക്കെ. അപ്പൊ പഴയ സിനിമകളുടെ ഒക്കെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിലത്തെ ഒരു ഹീറോ വേണം, ഹീറോയിൻ വേണം, അങ്ങനെയുള്ളൊരു സിനിമ സ്ട്രക്ചർ ചെയ്യണത് തന്നെ. പക്ഷെ ഇപ്പം നോക്കുകയാണെങ്കിൽ കുറെ ചേഞ്ചസ് വന്നു അതിനകത്ത്. ഈ പറഞ്ഞ എല്ലാവർക്കും ഒരു ഇമ്പോർട്ടന്റ് റോള് വരുന്ന രീതിക്കായി. ശരിക്കും നമ്മൾ അനശ്വരയ്ക്ക് ഒരു സിനിമ നോക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റ് ആണോ നോക്കുക? ഇപ്പം സാർ പറഞ്ഞ സ്ക്രിപ്റ്റ് ബേസ് നോക്കി എന്ന് പറയും. ശരിക്കും സ്ക്രിപ്റ്റിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുക? അത് നമുക്ക് എന്തോ ഒരു പെർഫോം ചെയ്യാണ്ടെന്നാണോ, അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് സ്ക്രിപ്റ്റിൽ നോക്കുക? ഞാൻ രണ്ടും നോക്കും. എനിക്കിപ്പോ വെറുതെ വന്നിട്ട് ഒരു സിനിമയ്ക്കകത്തൊരു ഐ ക്യാൻഡി പോലെയോ അങ്ങനെ വന്നിട്ട് പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മലയാള സിനിമയുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എല്ലാ ക്യാരക്ടർ റോൾസിനും നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു ഫേസ് ആണ് ഇപ്പൊ മലയാള സിനിമയുടെ. ഒരു സിനിമയ്ക്കകത്ത് നായകൻ വേണമെന്നോ നായിക വേണമെന്നോ അങ്ങനെയില്ല. കോണ്ടന്റ് എങ്ങനെയാണോ അല്ലെങ്കിൽ സിനിമ എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് ആൾക്കാർ പോകുന്നത്. നല്ല ഒരു ഡയറക്ടറെ കണ്ടിട്ടാണ് ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ കുറെ നല്ല ക്യാരക്ടർ റോൾസിനുള്ള ഒരു പോസിബിലിറ്റി ഉള്ള ഒരു ഫേസ് ആണ് മലയാള സിനിമയുടെ. അപ്പോൾ എനിക്കും അങ്ങനെയാണ്. എനിക്കൊരു സിനിമയുടെ നായികയാവണമെന്നോ അല്ലെങ്കിൽ ഇപ്പം വ്യസന സമയത്ത് എടുത്താൽ തന്നെ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ നായകനോ നായികയോ അങ്ങനെയൊന്നുമില്ല. കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ചിലപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ അത്രയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ഇതിനകത്തും എനിക്ക് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു നായികയാണെങ്കിൽ എനിക്ക് ഫുൾ ലെങ്ത് ഉള്ള എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ക്യാരക്ടർ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ ഒരു നായിക ക്യാരക്ടർ വേണമെന്നൊന്നുമില്ല. നല്ലൊരു കഥാപാത്രം, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം ചെയ്യണമെന്ന് എനിക്കുള്ളൂ. ചേട്ടാ, ചേട്ടൻ ശരിക്കും ഒരു സ്ക്രിപ്റ്റ് നോക്കുന്ന സമയത്ത് ഇതുപോലെ എന്താണ് ചേട്ടൻ മെയിൻ ആയിട്ട് നോക്കുന്ന ഒരു പോയിന്റ്? ഈ പറഞ്ഞ ചേട്ടന് പെർഫോം ചെയ്യാൻ വേണം എന്നുള്ളത് തന്നെ ആയിരിക്കോ? ആദ്യം സ്ക്രിപ്റ്റ് നല്ലതാണോ നോക്കും, പിന്നെ ഇതുപോലെ തന്നെ റോള് നോക്കും. ഇത് രണ്ടുമാണല്ലോ മെയിൻ ആയിട്ട്. മെയിൻ റോൾ അല്ല എന്ന് വിചാരിക്കുക ആ ഒരു ടൈമിൽ ചേട്ടൻ ഞാൻ സ്ക്രിപ്റ്റ് നല്ലതാണ്. ഞാൻ ചെയ്തൊന്നും അങ്ങനെ മെയിൻ റോൾ ക്യാരക്ടർ റോളാണ്. നമുക്ക് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ അതാണല്ലോ നമുക്ക് ഏറ്റവും വലുത്. അത് ആ പെർഫോമൻസ് നല്ലതായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പടങ്ങൾ അതിന്റെ ബേസിലായിരിക്കുമല്ലോ വരുന്നത്. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ മെയിൻ അങ്ങനൊന്നുമില്ല. പെർഫോം ചെയ്യാനുണ്ടോ, നല്ല സ്ക്രിപ്റ്റ് ആണോ ചെയ്യുക. അടിപൊളി. അപ്പൊ എന്തായാലും ഈ പോസ്റ്ററിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അനശ്വരയുടെ കയ്യിൽ ഒരു ഫോൺ ഇരിക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമുക്കൊരു വീഡിയോ വന്ന ടൈമിൽ അതിലത്തെ റീൽസ് എടുക്കുന്ന ഒരു പോർഷനും കണ്ടായിരുന്നു. അപ്പൊ ഈ സോഷ്യൽ മീഡിയക്ക് എന്തെങ്കിലും ഒരു റെലവൻസ് നമ്മുടെ മൂവിയിൽ പോകുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ റീൽ എടുക്കാനായിട്ട് ഈ മരണ വീട്ടിൽ റീൽ എടുക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മുടെ പ്രിൻസ് എന്ന ഫാമിലി ഇറങ്ങിയപ്പം അതിനകത്തുണ്ടല്ലോ ഈ ഒരു സോഷ്യൽ മീഡിയ റെലവൻസിനെ പറ്റിയിട്ട്. അങ്ങനത്തെ ഒന്നുമില്ല. അയ്യോ, അപ്പൊ ഞാൻ ഇതിനെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ കൂടെ പ്രിപ്പയർ ചെയ്തായിരുന്നു എന്തായാലും. അതായത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ കുറച്ച് ഫേമസ് ആയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇസ് ഗെറ്റിംഗ് എ ബിറ്റ് ടു പേഴ്സണൽ എന്നുള്ളൊരു സാധനം. അപ്പൊ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എന്തായാലും പ്രിപ്പയർ ചെയ്തതാണല്ലോ. അതായത് ഈ ഒരു നമ്മുടെ ഈ മീഡിയ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ചും കൂടെ ഒരു ബിറ്റ് പേഴ്സണൽ ആയിട്ട് ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്, അങ്ങനെ ഒരു പിക്ചർ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ എന്തെങ്കിലും എവിടെയെങ്കിലൊക്കെ അല്ല, ബിറ്റ് ടു പേഴ്സണൽ അല്ല. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, ചില എല്ലാ പേഴ്സണൽ ലൈഫും ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആൾക്കാർ അതിനുള്ള ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം അതിപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഒരു നാട്ടിൻപുറത്ത് കാണുകയാണെങ്കിലും നമുക്ക് മറ്റുള്ള ഒരാളുടെ വീട്ടിൽ എന്താ നടക്കുന്നത്, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. ഇപ്പം അതിനൊരു പ്ലാറ്റ്ഫോം വന്നു, ഇപ്പം അതിനൊരു സോഷ്യൽ മീഡിയ വന്നു. ഇപ്പം നമ്മൾ വീട്ടിനകത്ത് ഇരുന്ന് അവൾ എന്താ കാണിക്കുന്നതെന്ന് അറിയാം, കമന്റ് ചെയ്യാം, എന്താണ് കാണിക്കുന്നുള്ള കമന്റ് ചെയ്യാം. അതിന്റെ ഒരു ഡിഫറൻസ് ആണ്. നാട്ടിൻപുറത്താണെങ്കിൽ ഇന്ന് അതിനൊരു ഫോണും ഒരു പ്ലാറ്റ്ഫോമും വന്നു. ഓക്കെ, അങ്ങനെ ഈ കമന്റ്സ് ചെയ്യുന്ന സമയത്ത് എഫക്ട് പേഴ്സണലി എടുക്കാറുണ്ടോ ഇനീഷ്യൽ സ്റ്റേജിലോ എപ്പോഴെങ്കിലും? ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഉണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ. ഭയങ്കര ക്രിറ്റിസിസം വരുന്ന സമയത്തൊക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊരു ശീലമായി. ചിലതൊക്കെ ബാധിക്കുമായിരിക്കും, ബട്ട് ഇറ്റ്സ് ഓക്കെ എന്നുള്ള മറ്റുള്ളൊരു സാച്ചുറേറ്റഡ് ആയി അതിന്റെ ഒരു മോഡിൽ എടുക്കാൻ വേണ്ടി പഠിച്ചു. ചേട്ടൻ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് വരുന്ന ടൈമിലോ അല്ലെങ്കിൽ നമ്മൾ ചില സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും സോഷ്യൽ മീഡിയ നമ്മൾ ചെയ്യണ ഓരോ ആക്ഷൻസിനെ ഇന്റർപ്രറ്റ് ചെയ്യണ സമയത്ത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഡിസ്റ്റർബ്ഡ് ആവൂലേ?
ശീലമായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അല്ല, ആദ്യ സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ഭയങ്കര പുതുമയായിരുന്നു. എല്ലാരും നല്ലതെന്ന് മാത്രമല്ല, അപ്പുറത്തൊരു ഓഡിയനും ഉണ്ടാവും. അപ്പൊ അവര് നെഗറ്റീവ് ഒക്കെ പറയുമ്പോഴും അല്ലാതെ പേഴ്സണലി നമ്മളത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്തിനാ ഇവരിങ്ങനെയൊക്കെ, ഇവർക്ക് നല്ലതെന്ന് പറഞ്ഞാൽ പോരെ എന്ന് ആദ്യ കാലങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നത്തുള്ളൂ. പക്ഷെ പിന്നീട് മനസ്സിലായി, ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു പബ്ലിക് അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊരിക്കലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. ഇതൊക്കെ സ്വീകരിക്കുക, പോകുക എന്നുള്ളത് ഇപ്പൊ ശീലമായി. ഇപ്പം നമ്മൾ അതൊന്നും നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യം. നമ്മളിപ്പോ ഈ പരിപാടി ചെയ്യുന്നു, അതിനകത്ത് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കിയിട്ട് അടുത്തേക്ക് പോകുന്നു, അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഞാൻ ആലോചിച്ചത്, നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും. ഇപ്പത്തെ ആൾക്കാർ നല്ലതാണെങ്കിൽ പോലും ഈ പറഞ്ഞ കുത്താൻ വേണ്ടി നെഗറ്റീവ് പറയണ കുറെ ആൾക്കാരില്ലേ? ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ. ഓരോരോ എന്റർടൈൻമെന്റുകൾ അല്ല, അപ്പൊ അത് അവരങ്ങനെ ചെയ്യും. അപ്പുറത്തെ വലിയ ഓഡിയൻ ഉണ്ടല്ലോ, ഉണ്ട്. അപ്പൊ നമ്മൾ അവരെ മാനിക്കുക, ഇവരെ അവോയ്ഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാത്രേ ഉള്ളൂ. ഇനിയിപ്പോ സിനിമയിലേക്ക് വരുമ്പോ നിങ്ങളുടെ ഒരു ക്യാരക്ടറിന് ഒരു ഇൻഡിവിജ്വാലിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് ഇതിനകത്ത് എങ്ങനെയാ വരുന്നത്? ഇതിനകത്ത് നമ്മള് സാധാരണ നാട്ടിൻപുറത്തൊരു മരണത്തിന് ഉണ്ടാകുന്ന ഒരു ഗ്യാതറിംഗ് ഉണ്ട്. അപ്പൊ അതില് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട് അവിടെ വരുന്നതിന് ഉണ്ടാവും. ചിലർക്കൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. അല്ലാതെ ആ മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിന്നെ ആ കുടുംബക്കാരുടെ സങ്കടത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഇതുപോലെയാണ്, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അല്ലാതെ ആ മരണത്തില് സങ്കടത്തിൽ പങ്കെടുത്ത് വന്ന ആൾക്കാരുണ്ടാവും, ബന്ധുജനങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്യാതറിംഗ് ആണ്. അപ്പം ഒരു വീടും പരിസരമാണെങ്കിലും ഒരു നാടിന്റെ ക്രോസ് സെക്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു നാട്ടിൽ നമ്മൾ കാണുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അനശ്വരയുടെ ക്യാരക്ടർ വന്നിട്ടുള്ളത് സാധാരണ ഒരു നാട്ടിൻപുറത്തെ ഒരു വീട്ടിലെ കുട്ടി, ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹാലോചനയൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. അനശ്വരയ്ക്ക് ശരിക്കും ഇപ്പൊ ഒരു നെക്സ്റ്റ് ഡോർ ഗേൾ ഫീൽ ഉണ്ടല്ലോ എല്ലാവർക്കും പറഞ്ഞ പോലെ. സന്തോഷം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുട്ടി എന്നൊരു സാധനം ഉണ്ട്. ഇപ്പൊ അനശ്വരയുടെ ഓരോ പടങ്ങൾ വരുന്ന സമയത്ത് ആണെങ്കിലും ട്രെയിലറൊക്കെ വരുന്ന സമയത്ത് ഈ കമന്റ് ബോക്സിലാണെങ്കിലും സ്വന്തം നമ്മുടെ വീട്ടിലൊരു കുട്ടിയുടെ ഒരു മൂവി ഇറങ്ങാൻ പോണ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉണ്ട്. അത് ഭയങ്കര ബ്ലെസ്സിംഗ് അല്ലേ? അതെ 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 അതെ. അപ്പൊ പറയൂ, ചേട്ടന്റെ ഒരു ക്യാരക്ടറിലൊക്കെ എങ്ങനെയാ പോണത്? എന്റെ ക്യാരക്ടർ അല്ല, എന്റെ ക്യാരക്ടറിന് ഈ ഇമോഷനായിട്ട് എനിക്കൊരു ബന്ധമില്ല. എനിക്ക് എന്റേതായ ഒരു ഇമോഷൻ ഉണ്ട്. എനിക്ക് എന്റേതായ ഒരു പർപ്പസ് ഉണ്ട്, അതിനുവേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് അവിടെ ആരും മരിച്ചു അങ്ങനെ പോകുന്നത്. പോസ്റ്ററിലെ ചിരി ശരിക്കും വലിയൊരു നിഗൂഢത ഉണ്ട് പോ. അതെ, നമുക്ക് നോക്കാം എന്തായിരിക്കും ആ ഒരു വെയിറ്റിംഗ് ആണ്. ഷിജുവിന്റെ ക്യാരക്ടർ ആ നാട്ടുകാരനല്ല, കോളേജ് പിന്നെ ഹോസ്റ്റലില് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടേക്ക് വരുന്ന ആളായിട്ടാണ്. ഇപ്പൊ ശരിക്കും സ്ക്രിപ്റ്റ് ഇതാക്കുന്ന സമയത്ത് ഇവര് തന്നെയായിരുന്നു ഉള്ളിൽ കാസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്? ഇല്ല, അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ശരിക്കും എന്റെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഒക്കെ തന്നെ മനസ്സിൽ കണ്ടിട്ടൊക്കെ എഴുതിയ ഒരു സംഗതിയാണ്. ശരിക്കും ചേട്ടാ അങ്ങനെ നാട്ടിലുള്ള ആൾക്കാരെ വെച്ച് അങ്ങനെ അങ്ങനത്തെ ഒരു പിക്ചർ കൊണ്ടുവരാൻ അധികാരം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. ശരിക്കും അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ തന്നെ വെച്ച് ചെയ്യണം എന്നുള്ളൊരു അല്ല, അങ്ങനെയല്ല, ഇന്ന ആള് എന്നുള്ള നിലയ്ക്കല്ല. ഇവിടേക്കും നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഓരോ കഥാപാത്രങ്ങൾ എഴുതുമ്പോഴും ഈ കുട്ടി എനിക്കറിയാം, ഇന്നടുത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്ന് മനസ്സിൽ വെച്ചിട്ട് ആർക്കും അങ്ങനെ ഒരു രൂപം കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല ശരിക്കും. പിന്നെ ചിലതൊക്കെ എഴുതാൻ നമുക്ക് സഹായകരമാവും, ഇന്ന ആള് വെച്ച് എഴുതുമ്പോ എന്നുള്ളത്. അത് അങ്ങനെ ചിലരെയൊക്കെ മനസ്സിൽ കണ്ട് എഴുതിയിട്ടുണ്ട്, എന്റെ നാട്ടിലൊക്കെ ഉള്ള ചില ആൾക്കാരെയൊക്കെ. ഇവരുടെ ഒരു പോയിന്റിലേക്ക് എത്തിയത് ഞാൻ വിപിൻ ബ്രോയെ കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാസ്റ്റിലോട്ട് നമ്മൾ എത്തിയത്. സജഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ ഒക്കെ നോക്കിയിട്ടാണ് അതിലോട്ട് വന്നത്. ഓക്കെ. ഇപ്പൊ ബേസിൽ ചേട്ടനാണെങ്കിൽ കഴിഞ്ഞ നമ്മുടെ മരണമാസിന്റെ ഇന്റർവ്യൂല് പറഞ്ഞു ഞാൻ കേട്ടായിരുന്നു, അതായത് ഡാൻസ് ഉള്ള സമയത്ത് എല്ലാവരോടും നമ്മൾ ചോദിച്ചായിരുന്നു ഡാൻസ് കളിക്കാൻ അറിയോ എന്നുള്ളത്. അപ്പൊ അതിനകത്ത് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത്, സിജു ചേട്ടനായിട്ട് പിന്നെ ഞാൻ എന്ത് കളിച്ചാലും സൂപ്പർ ആവും എന്നുള്ളത് ബേസിൽ ചേട്ടൻ പറഞ്ഞൊരു ഡയലോഗാ. അപ്പൊ അതിനൊക്കെ മാറിയിട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഈ അടുത്തിറങ്ങിയ പാട്ടില് തകർത്ത് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഡാൻസ് ചോദിച്ച ഡാൻസ് ആണോ ചേട്ടാ? എനിക്ക് അന്നത്തേനൊരു വെല്ലുവിളിയായിട്ട് കളിപ്പിച്ചാണ്. കളിപ്പിച്ചാ അങ്കിത്തേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞിങ്ങനെ പരിപാടി ഉണ്ട്, പിന്നെ അത് ചെയ്തു. ഒരു ദിവസം ഫുള്ള് റിഹേഴ്സല്, പിറ്റേ ദിവസം മറ്റേ കോസ്റ്റ്യൂമിൽ കയറിയിട്ട് ഞങ്ങള് തകർന്നു. കാരണം അത് ഡപ്പാങ്കൂത്ത് പരിപാടി ഭയങ്കര സ്പീഡാണ്. പ്രൊഡ്യൂസറൊക്കെ അവിടെ വെച്ചാൽ നമ്മളിവിടെ കിടന്ന് മറ്റേ വായനൊന്നും അറിയുമ്പോ അതേ നല്ല വെയിലാണ്. അപ്പം അങ്ങനെ കുറെ നേരം ഒരു സ്റ്റെപ്പ് ഉണ്ട്, എനിക്ക് 30-40 സെക്കൻഡ് ആ ഒരു സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂസ് കുറെ പ്രാവശ്യം കളിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മളെല്ലാം ഒരു വഴിക്കായി, ഒരു വഴി ഇതായി. പക്ഷെ എന്തായാലും ഡാൻസ് തകർത്തു.
നമ്മളിപ്പോ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു ബേസിൽ ചേട്ടൻ ഇവിടെ കണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഒന്ന് ഇല്ല, അയച്ചു കണ്ടില്ലെന്ന് തോന്നുന്നു, ഒന്നും വിളിച്ചൊന്നുമില്ല. അത് ഇനി മറ്റേ ഇവൻ കളിച്ചു. കരയുന്നുണ്ടോ? കരയുന്നുണ്ടാവും. അതെ, എന്നാലും ഇത്ര അടിപൊളി കളിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള പോലെ അല്ലേ. ഇപ്പൊ മനുഷ്യരുടെയിലേക്ക് വരുമ്പം ഈ പറഞ്ഞ കുറെ അധികം ഡാൻസ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ ഡാൻസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. KFO കല്യാണത്തിനൊക്കെ തകർത്തു. പക്ഷെ അനശ്വര ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ചേച്ചിയുടെ കൂടെയുള്ള വീഡിയോസ് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതായത് എനിക്ക് തോന്നാറുണ്ട് ശരിക്കും ഞാൻ സോ ലക്കി ടു ഹാവ് ഹെർ എന്നുള്ള സാധനം. കാരണം അധികം ആർക്കും അങ്ങനെ ഒരു ചേച്ചി ഉണ്ടാവും എല്ലാവർക്കും, പക്ഷെ അങ്ങനെ കൂടെ നിൽക്കണ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്ത് നമ്മളെയൊക്കെ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണ ഒരു ചേച്ചി എന്ന് പറയുന്നത് ശരിക്കും ഹൗ ഡു യു ഫീൽ അബൌട്ട് ദർ? സന്തോഷം. എന്നെ വളരെ ചെറുതായിട്ടാണല്ലോ ഞാനിത് 10 ഇന്റർവ്യൂല് അവളെ പറ്റി ഞാൻ എല്ലാരും ചോദിച്ചു. പിന്നെ എന്റെ ഇതല്ല കഴിഞ്ഞ പടം 2-3 പടമായിട്ട് ഞാൻ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് കൊണ്ടുവന്ന എക്സ്ക്ലൂസീവ് ഒന്നുമല്ല, എല്ലാ പടത്തിലും ഉണ്ട്, എല്ലാ ഇന്റർവ്യൂസിലും ഉണ്ട്. ചേച്ചിനെ പറ്റിയിട്ട് 2 വാക്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 4 ആക്കാം. അതെ, സന്തോഷം. അങ്ങനെ ഒരു ശരിക്കും ചേച്ചി ഇപ്പൊ പറഞ്ഞ എന്റെ ഇന്റർവ്യൂസിലും ചോദിക്കുമല്ലോ, അപ്പൊ ചേച്ചിക്ക് ഇത് കാണുമ്പോൾ അത് തോന്നി ഇങ്ങനെ പറയണ കേൾക്കുമ്പോ സാധാരണ നമ്മള് സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ അധികം അങ്ങനെ പൊക്കി പറഞ്ഞൊന്നും കേൾക്കലുണ്ടാവില്ലല്ലോ. അല്ല, നമ്മള് എന്ന് വെച്ചാ ഞാനിപ്പോ അവളെ പറ്റി ഭയങ്കര എന്റെ പെങ്ങൾ അങ്ങനെയാണ്, എനിക്ക് എന്റെ അന്ന സമയത്ത് സപ്പോർട്ട് തന്നെ പെങ്ങളാണ്. അതൊക്കെ വെച്ചാ ഈ ഇൻസ്റ്റയിൽ ഇനി മറ്റേ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നിട്ട് അവൾ എനിക്ക് അയച്ചുതരും. ഞാൻ എന്റെ അവളെങ്ങനെ എനിക്ക് തന്നെ അയച്ചു ഫേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ, എനിക്ക് കാണാൻ വയ്യ പിന്നെയും. അതുകൊണ്ട് വളരെ നല്ലൊരു പെങ്ങളാണ്. വളരെ നല്ല. അല്ല, ഞാൻ ഇത് കണ്ടന്റ് അപ്പാർട്ട് ഫ്രം ഓൾ ദോസ് തിങ്സ് ഞാൻ ശരിക്കും പറഞ്ഞത്, അതായത് ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ സിബ്ലിങ്സിന്റെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും തല്ലു പിടിച്ചല്ലേ കാണാറ്. ഇപ്പം ചേട്ടന് സിബ്ലിങ്സ് ഉണ്ടോ? ചേട്ടനുണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും തല്ലു പിടിക്കായിരിക്കൂലേ? ഞാൻ ചെറുപ്പത്തിൽ നേരെ ഉൾട്ടായിരുന്നു, ഏറ്റവും കൂടുതൽ പാര വെക്കുന്ന ഞാൻ. ഫുൾ സിബ്ലിങ്സ് ഒരു ലവ് ലാംഗ്വേജ് അത് തന്നെയാ. അയ്യോ, ഞാൻ പാര വെച്ചിട്ട് ഞാൻ അവൻ എന്തോരം അടിയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാരണം. അല്ല, ഇവൻ ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. ഇവൻ എപ്പോഴും അവന്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട് ജിത്ത് എന്ന് പറയുന്നത്, ജിത്ത്. അപ്പം ജിത്തിനെ വീട്ടുകാർക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ ഇവൻ എവിടെ ചേട്ടൻ എവിടെ പോണെന്നുണ്ടെങ്കിലും മമ്മി ജിത്തിന്റെ കൂടെ പോകണം. അപ്പൊ ജിത്തിന്റെ കൂടെ ആണെങ്കിൽ നീ പോക്കോ. ഞാനിങ്ങനെ സൈക്കിളൊക്കെ ഓട്ടി ജംഗ്ഷനിൽ കൂടെ പോകുമ്പം അവിടെ ജിത്തില്ല. ചേട്ടനും വേറെ കുറെ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ആഞ്ഞോട്ട് മമ്മി കൊണ്ട് ജിത്തേട്ടനൊന്നും ഇല്ല, ചുമ്മാ അവിടെ പോയി ഇപ്പുണ്ടെന്ന്. അങ്ങനെ സാഞ്ച അപ്പൊ എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ് അല്ല എന്നെ കളിയാക്കുന്നത് സാമച്ചൻ വരുന്നു. സാമച്ചനെ കണ്ടോ ഞാനിതാ ചോദിക്കുന്നത്. എന്റെ ചെറുപ്പത്തിൽ എന്റെ സ്ഥിരം പരിപാടിയാണ് സാമച്ചനെ കണ്ടോ. ഇതാണ് ഇങ്ങനെ പറഞ്ഞോണ്ട് നടക്കും. അങ്ങനെ ഇപ്പം പക്ഷെ അവൻ രക്ഷപ്പെട്ടു. ചേട്ടന്റെ അടുത്തത് അനുശ്വരയുടെ ചേച്ചി ഡബിങ് സ്റ്റുഡിയോയില് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അനുശ്വര കരഞ്ഞുകൊണ്ട് പിന്നെ കരയുന്ന കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാൻ നിൽക്കില്ല, പുള്ളിക്കാരി ഇറങ്ങും. എനിക്ക് അതെന്റെ കുടുംബക്കാർക്ക് മൊത്തമുള്ളതാ, ബുദ്ധിമുട്ടാണ് കാണാനെന്ന് പറഞ്ഞിട്ട്. എന്റെ അമ്മയ്ക്കും അതാണ്. നേരിടുന്ന സമയത്തൊക്കെ ഞാൻ ഇപ്പുറത്തിരുന്ന് കരയുന്ന സമയത്ത് അമ്മ അപ്പുറത്തുനിന്ന് കണ്ണൊക്കെ തടസ്സം എന്നെ മാനേജ് ചെയ്തേക്കാളും ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് ഭയങ്കര ലക്കല്ലേ, അങ്ങനെ നമ്മൾ അത്രയും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിക്കാന്ന് പറയണത് അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഇപ്പം സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ ഈ ലവ് ലാംഗ്വേജ് ഈ പറയുന്ന തല്ലുവെക്കലും അല്ലെങ്കിൽ പാരവെക്കലും ഒക്കെ. പക്ഷെ ഇവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഞങ്ങൾ ചൊടിച്ച് പിണങ്ങിരിക്കുക. അപ്പൊ ഞാൻ വിചാരിക്കാറുണ്ട്, അപ്പം ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചും കൂടെ മാറിയില്ല ഈ സിബ്ലിങ്സ് കെമിസ്ട്രിനൊക്കെ കൂടുതൽ നിങ്ങൾ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് മോഡിലേക്ക് വന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എനിക്ക് ബോയ്സിന്റെ കാര്യത്തിൽ എങ്ങനെ അറിയില്ല, ഗേൾസിന്റെ കാര്യത്തില് ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഉടായ്പകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും, ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മോഡിലേക്ക് നമ്മൾ ഒരു സ്റ്റേജ് കഴിയുമ്പോഴെത്തും, അടിയും പിടിയൊക്കെ മാറിയിട്ട്. ഏറ്റവും വലിയ സപ്പോർട്ട് ചേച്ചിനാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ചേട്ടൻ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വന്നായിരുന്നു. പിന്നെ അത് ആ പ്രായത്തിന്റെ അല്ലേ, പ്രായത്തിന് ശേഷം നമ്മൾ അവരുടെ ആ ഒരു ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊക്കെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ചേട്ടൻ അപ്പം മനസ്സിലായി തുടങ്ങി. ഇപ്പം ചേട്ടൻ ഇപ്പം ഗൾഫിൽ പോയി കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ആയി. ഇപ്പൊ എന്റെ പപ്പ മരിച്ചപ്പോ ഇപ്പം അവനാണ് ഒരു മെൻറ്റർ. അമ്മ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വിളിക്കും. അങ്ങനെ ഇപ്പൊ അതിന്റെ ആ ബ്രദർ എന്നുള്ളതിലേക്ക് മാറി വേറൊരിതിലേക്ക് മാറി. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഗൈഡ് നടത്താനൊക്കെ അവനാണ്. കാരണം ഞാൻ സിനിമയായിട്ടൊക്കെ നടന്ന സമയത്ത് അമ്മയ്ക്ക് അറിയാലോ, പക്ഷെ ആ സമയത്തൊക്കെ അവനാണ് ഇടയ്ക്ക് വിളിച്ചിട്ട് എന്തായി പരിപാടികൾ. നമ്മൾ അങ്ങനെ ഒരു ഫോഴ്സ് ഒന്നും തരാതെ അങ്ങനെയൊക്കെ നിൽക്കുന്നതല്ലേ.
അടിപൊളി. എന്തായാലും ഇത് ഫോർ അങ്ങനെ തന്നെ എല്ലാവരുടെയും ഹാപ്പി ആയിട്ട് പോട്ടെ. ഇപ്പൊ പറഞ്ഞ പോലെ രാജുവേട്ടന്റെ കൂടെ ചെയ്തു, ഇപ്പൊ മല്ലികാമ്മയുടെ കൂടെ ഫസ്റ്റ് മൂവി അല്ലേ. അപ്പൊ ശരിക്കും നമ്മുടെ പൂക്കി ഗ്രാൻഡ്മയുടെ കൂടെ സെറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാള്, നല്ല എന്താ പറയാ, ഭയങ്കര സംസാരിക്കും ആള്, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഭയങ്കര ചില്ലായിട്ടുള്ളൊരു ഒരു ഗ്രാൻഡ്മയാണ്. ആണ്, ശരിക്കാണ്. ഡാൻസ് ഒക്കെ ചെയ്ത് അത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു പാവം, ഭയങ്കര പ്രൊഫഷണലാണ്. അതിപ്പം രാജുവിനോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും ഇന്ദ്രന്റെ കൂടെ ആണെങ്കിലും അവരെല്ലാവരും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന, ബട്ട് അറ്റ് ദ സെയിം ടൈം ഭയങ്കര കൂളായിട്ട് ചില്ലായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് നമ്മുടെ സെറ്റിൽ വരുന്ന സമയത്ത് സാധാരണ എല്ലാവരും ഈ പറഞ്ഞ ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി ഒരു ഇമ്പാക്ട് ആണ്. സ്റ്റുഡൻസ് ഒക്കെ അത്ര നേരം ഉണ്ടായിരുന്ന അലമ്പൊക്കെ ഒന്ന് നിർത്തി വെച്ച് ഭയങ്കര ഒബീഡിയന്റ് ആയിട്ട് അറ്റ് ദ സെയിം ടൈം കുറച്ച് കൂട്ടായിട്ട് നിൽക്കുന്ന സാധനം. നമ്മുടെ മല്ലികാമ്മ സെറ്റിൽ വരുമ്പോൾ ഡിഫറൻസുകൾ എന്തൊക്കെയാ? അത് പ്രൊഡ്യൂസർ പറയട്ടെ. പ്രൊഡ്യൂസർക്ക് എന്തൊക്കെ ഡിഫറൻസ് തോന്നിയിട്ടില്ലേ? വലിയമ്മയാണെന്ന് എനിക്കൊന്ന് പലർക്കും ഇരട്ടപ്പേരൊക്കെ ഇടുന്ന വലിയമ്മയാണ്. മറ്റേ ഇട്ടുകൊടുത്ത പേര് വലിയ ഭയങ്കര കൂളാണ്, ഭയങ്കര കുറച്ച് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്ന് പറയും മോനെ. അപ്പൊ എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണെന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നുമില്ല. വീഴണോ ഞാൻ വീഴാം, ഓടണോ ഞാൻ ഓടാം, അങ്ങനെ വേണം. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എനർജിയാണ്. അത് കാണുമ്പോ പ്രൊഡ്യൂസർക്ക് സന്തോഷമായിരിക്കുമല്ലോ. അല്ല, മല്ലിക ചേച്ചിയായിട്ട് വർക്ക് ചെയ്യുന്ന പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഭയങ്കര രസമുള്ള ആക്ട്രസ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ കോമഡി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായതുകൊണ്ട് എന്തായാലും എവിടെ വീണാലും പുള്ളിക്കാരി ഫിറ്റ് ആവും, ഏത് ക്യാരക്ടറിലോട്ടും. അപ്പൊ അത് ഇപ്പൊ കിട്ടിയൊരു അവസരം ഈ സിനിമയിലാണ്. അപ്പൊ നമ്മൾ വരുമില്ല എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ അസുഖവും പറഞ്ഞ യാത്രയുള്ള ബുദ്ധിമുട്ട്. പക്ഷെ പുള്ളിക്കാരി ഓടി വന്നു. ഞാനൊക്കെ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാ പരിപാടിക്കും പോകും, അങ്ങനെയൊക്കെ ഭയങ്കര എനർജിയാണ്. കറക്റ്റ് ടൈമിൽ വരും. എന്നാൽ എല്ലാവരോടും ഈ പറഞ്ഞ നല്ല ഹ്യൂമർ സെൻസ് അതെ, എല്ലാവരും ഈ ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാർ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. എല്ലാവരോടും ഒരേപോലെ ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഈ പറയാം, സെറ്റില് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മഞ്ജു. എല്ലാവരുടെയും ടച്ചാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മള് പോസ്റ്ററിലാണെങ്കിൽ കാണുമ്പോൾ ഭയങ്കര ക്യൂട്ട്, നമുക്കൊന്ന് കൊഞ്ചിക്കാനൊക്കെ തോന്നും. ഭയങ്കര ആ സെറ്റില് നാട്ടുകാർ ഒരുപാട് പേര് കാണാൻ ആഗ്രഹിച്ചു വന്നത് മല്ലികാമ്മയുണ്ടോ, ഇന്ന് ഷൂട്ട് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു. ശരിക്കും ഇതിലത്തെ ലുക്കും കുറെ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? സാധാരണ ഉള്ള അപ്പിയറൻസിനൊക്കെ കുറച്ച് ഡിഫറൻസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത് കാണുമ്പോൾ. കുറച്ചും കൂടി ഏജ് ആക്കിയിട്ടുണ്ടോ? ഓക്കെ. അപ്പം സിജു ചേട്ടാ ലുക്ക് നോക്കിയായിരുന്നോ? അല്ല, ഈ പോസ്റ്റ് ഇപ്പഴാ റിലീസ് ചെയ്തത്. അതാ ഞാൻ പെട്ടെന്ന് റിലീസ് ആയത്. ഓക്കെ. അപ്പൊ സിജു ചേട്ടൻ ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്, അതുപോലെ തന്നെ ഒരു ആക്ടർ ആണ്. ശരിക്കും ഒരു സ്ക്രിപ്റ്റ് കേൾക്കണ സമയത്ത് ചേട്ടൻ്റെ അടുത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അതൊരു റൈറ്ററിന്റെ സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ സൈഡിൽ നിന്നാണോ, ഏത് ആംഗിളിൽ നിന്ന് ഫസ്റ്റ് കേൾക്കുക? അല്ല, നമ്മളിത് വായിക്കുമ്പോ നമുക്ക് തോന്നും ഇവിടെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ രസമായിരിക്കും എന്നുള്ളത്. അതിപ്പോ ആക്ടിങ് ബേസിക്കലി നമ്മുടെ പെർഫോമൻസ് ചെയ്യാനുണ്ടോന്നാണ് നോക്കുന്നത്. പിന്നെ ഈ പരിപാടികൾ മൊത്തങ്ങൾ വായിക്കുമ്പോൾ ഡയലോഗിനകത്ത് ഇങ്ങനെ സാധനം പറഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ണ, അല്ലെങ്കിൽ വേറെ സിറ്റുവേഷൻ ആകും എന്നൊക്കെ ഉള്ളൊരു, ചിലപ്പോൾ അത് ചെറിയ ചെറിയ അത് റീൽ എഴുതുമ്പോൾ തൊട്ടുള്ളതും ചിലപ്പോൾ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുകൊണ്ടൊക്കെ കിട്ടിയൊരു ശീലമായിരിക്കും. അത് അങ്ങനെ ഉണ്ട്. ശരിക്കും ഈ റീൽ എഴുതുമ്പോൾ സംഭവം പറഞ്ഞു, അതിൽ നിന്ന് നമ്മുടെ ഒരു ബിഗ് സ്ക്രീനിലേക്ക് വന്നപ്പോ ചേട്ടന് ഏറ്റവും കൂടുതൽ തോന്നിയൊരു ഡിഫറൻസ്, അല്ലെങ്കിൽ ചേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന സംഭവം എന്താ? മറ്റേത് രണ്ടുപേരിൽ ഇതൊരു വലിയ ബുക്ക് എഴുതി എന്നുവെച്ചാൽ അത് രണ്ടും രണ്ട് ഇതാണല്ലോ. എന്നുവെച്ചാൽ ഞാൻ മാത്രം ഉള്ളൊരിത് ഫോണ്, അതിനകത്ത് നമ്മുടേതായ പരിപാടിക്ക് അത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിടാം. പക്ഷെ മറ്റേന്ന് അങ്ങനല്ല, ഒരു ബിഗ് സ്ക്രീന്, വലിയൊരു ഓഡിയൻസ്. ഇപ്പം എൻ്റെ ഇപ്പൊ ഇൻസ്റ്റയിൽ എന്നെ ഫോളോ ചെയ്യുന്ന ചിലപ്പോൾ ഒരു 10-50 അത്രയും പേരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് അതൊക്കെ ആയിരിക്കും. പക്ഷെ മറ്റേ വൈഡിലേക്ക് എത്തുമ്പോൾ അത് അങ്ങനല്ല. അതൊരു മിക്സഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. ഈ സിനിമ ഫുൾ ആയിട്ട് വർക്ക് ആവുന്നവരുണ്ട്, ഒട്ടും വർക്കാവാത്ത, അങ്ങനെ പല ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അവിടെ കിടുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പല പരിപാടികളും. അപ്പൊ ഇത് ആദ്യം ഇപ്പൊ മരണമാസം ആണെങ്കിൽ പോലും എൻ്റെ ആദ്യത്തെ പരിപാടിയാണെന്ന പോലെ തന്നെ ഡയറക്ടർ ശിവപ്രസാദ് ആണ് ഇതിനെ ഒരു സിനിമയിലേക്ക് എഴുതാൻ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ഡയറക്ടറിന്റെ ആണ്. അപ്പൊ അത് എഴുതി കഴിഞ്ഞപ്പോൾ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ വേണം അതൊക്കെ മനസ്സിലാവും. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത പോയിന്റ് എന്തായിരിക്കും? ഇത് കേട്ടപ്പോ ഇത് കൊള്ളാം അങ്ങനെ ഇത് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമ ഇത് പെട്ടെന്ന് സംഭവിച്ചൊരു സിനിമയാണ്. മീൻസ് ഇത് വിപിൻ ചേട്ടൻ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സബ്ജക്റ്റ് കേട്ടു, നല്ല സബ്ജക്റ്റാണ്, ചിരിക്കാനുണ്ട്. ഇതുപോലെ അതിനകത്ത് അങ്ങനെ ഒരു എല്ലാവരും കൂടെ ഉള്ളൊരു ആ വീട് വരെ അതിനകത്ത് ക്യാരക്ടറാണ്. അങ്ങനത്തെ ഒരു പടമുണ്ട്, ഇന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോഴാണ് വിപിൻ ചേട്ടൻ വരുന്നത്. വിപിൻ ചേട്ടൻ ഞായറാഴ്ചയിൽ തന്നെ അന്ന് വിപിൻ ചേട്ടൻ ഞാൻ കുറെ ചിരിച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ഞാനും ജോമനോടായിരിക്കുന്നു, ഞാൻ ഇതിന് ചിരിക്കുക. കാരണം അടിപൊളി, ആ സ്ലാങ് എന്ത് കിടിലായിട്ടാണെന്നറിയാം. വളരെ ട്രിവാൻഡ്രമാണ്. അപ്പം ഇത് ട്രിവാൻഡ്രം പടമാണ്, ഇത് ട്രിവാൻഡ്രം സ്ലാങ്ങിന്റെ പടമാണ്. എന്ത് കിടിലനായിട്ട് അത് പ്രസന്റ്. അപ്പൊ ആ സ്ലാങ്ങിൽ തന്നെ നമുക്ക് ഒരു ഇത് കിട്ടുന്നുണ്ട്, ഭയങ്കര ഒരു
ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ട്. അപ്പൊ പിന്നെ കേട്ടപ്പോ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ റോള് പറഞ്ഞപ്പോഴും രസമുണ്ട്. ഇല്ല വേറൊരു പരിപാടി, നമ്മൾ വേറെ ഇതിൽ നിന്നും എൻ്റർ ചെയ്യുന്ന രണ്ടുപേരും അങ്ങനത്തെ പരിപാടിയാണ്. അപ്പം പിന്നൊന്നും നോക്കിയില്ല. പിന്നെ വിൻചാനുണ്ട് ഇപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡിൽ, പിന്നെ അനശ്വരയുണ്ട്, പിന്നെ ഈ ചേട്ടൻ്റെ ഒരു പഴയ ഷോർട്ട് ഫിലിം ഉണ്ട്. അത് കണ്ടു. അത് കണ്ടപ്പോ തന്നെ മനസ്സിലായി എന്താണ് പരിപാടി എന്ന് കിട്ടി. പിന്നെ എല്ലാം ശരിക്കും എല്ലാവരും സ്ട്രോങ് പില്ലേഴ്സ് ആണെന്ന് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ഒരു ബാക്കിൽ ഇങ്ങനെ ഉള്ളിടത്തോളം കാലം എല്ലാം അടിപൊളിയായിട്ട് തന്നെ തോന്നുന്നു. അനുശ്വരിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത പോയിന്റ് എന്താണ് ഈ മൂവിയിൽ? അല്ലെങ്കിൽ കേട്ടപ്പോ തന്നെ ദിസ് വൺ ഞാൻ ചെയ്യണം എന്നുള്ള സാധനം? ഈ സിനിമയുടെ ഒരു ഭാഗമാണെന്ന് തോന്നി. സ്ക്രിപ്റ്റ് കേട്ടപ്പോ കുറെ ചിരിച്ചു. സിജു പറഞ്ഞ പോലെ കുറെ ചിരിച്ചു. കാരണം ഈ ട്രിവാൻഡ്രം പരിപാടി, അതായത് ട്രിവാൻഡ്രത്ത് പല സ്ഥലത്തും ഓരോ സ്ഥലത്തും ഓരോ സ്ലാങ്ങുകളുണ്ട്. അപ്പം അതിൽ ബിബിൻ ചേട്ടന്റെ അവിടെയുള്ള ഒരു സ്ലാങ് ആണ് നമ്മൾ ഈ പടത്തിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. വേറെ തന്നെ ഒരു രസമുള്ളത്. എന്ത് ഡയലോഗ് പറഞ്ഞാലും അത് കോമഡി ആവും. അപ്പൊ അവിടെ ഷൂട്ട് ചെയ്യുന്ന ബാക്കിയുള്ള ആക്ടേഴ്സും എല്ലാവരും ട്രിവാൻഡ്രംകാരാ, അവിടെയുള്ള എന്നുള്ള ആൾക്കാരാ. അപ്പൊ എനിക്ക് ആ സ്ലാങ്ങും ആള് നെറേറ്റ് ചെയ്തതും ഒക്കെ ഭയങ്കര കോമഡി ആയിരുന്നു, അത് പറഞ്ഞ രീതി. പിന്നെ അതായിട്ട് ആളുടെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിലുള്ള കുറെ പേര് പടത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ആ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് എന്താണ് പടത്തിന്റെ മൂഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഒരു കുറച്ചും കൂടി വലിയ ക്യാൻവാസിലേക്ക് വരുന്ന സമയത്ത് കുറെ എലമെന്റ്സ് പിന്നെ ആഡ് ചെയ്യാൻ പറ്റും തോന്നി. അതെനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ഒന്നല്ല, പക്ഷെ ഇങ്ങനൊരു സിനിമയുടെ ഒരു ഭാഗം ആവണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ പറയുമ്പോ ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. നിങ്ങളെ പോലെ ഇതൊന്നും കണ്ടാ കൊള്ളാന്നുള്ള സംഭവമില്ലേ? കാണത്തില്ലേ? അല്ല കാണാൻ എന്തായാലും, പക്ഷെ നമുക്ക് പൊതുവെ സാധാരണ ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സൈറ്റ്മെന്റ് വരല് ഭയങ്കര കുറവാണ്. ഇവിടെ നിങ്ങളിങ്ങനെ പറയുമ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറും ഈ സംഭവം കേൾക്കാൻ. നമ്മൾ ആക്ച്വലി എല്ലാവരും അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. നമ്മൾ എല്ലാവരും കൂടി ഒന്ന് കാണാൻ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കറക്റ്റാണ്. ഈ പടം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. മീൻസ് അത് ഭയങ്കര, നമുക്ക് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും അറിയില്ല കേട്ടോ നമുക്ക്. കാരണം നമുക്ക് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി അസീസിക്ക് ഉണ്ട്, നോബി ചേട്ടനുണ്ട്. എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായത് അസീസിക്കും മല്ലിക ചേച്ചിയും സിജു ഒക്കെ ആയിട്ടാണ്. ഞാൻ അതിനകത്ത് ജോമോനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബൈച്ചേട്ടനായിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പിനേഷൻ സീനുകളൊന്നും ഇല്ല. പക്ഷെ ഒരു വീട്ടിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് എല്ലാരെയും, ഡെയിലി എല്ലാ ദിവസവും കാണുന്നുണ്ട്. പക്ഷെ കോമ്പിനേഷൻ ഒന്നും ഇല്ല. അപ്പൊ അവിടെ എന്താ നടക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പുറത്ത് എന്താ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അവിടെയും ബിറ്റ്സ് ആൻഡ് കട്ട്സ് കണ്ടിട്ടുണ്ടോ എന്നല്ലാതെ സീനായിട്ട് കണ്ടിട്ടില്ല. സോ ബട്ട് കണ്ടതില് ഭയങ്കര കോമഡിയാണ്, ഭയങ്കര രസമാണത്. എനിക്ക് തോന്നുന്നത് വീടിന്റെ ഫ്രണ്ടിലുള്ളവർക്ക് വീടിന്റെ ബാക്കിലത്തെ കഥ അറിയത്തില്ല, വീടിന്റെ ബാക്കിലുള്ളവർക്ക് വീടിന്റെ സൈഡിലത്തെ കഥ അറിയത്തില്ല. ഇത് മൊത്തം അപ്പുറത്തെ വീട്ടുകാർക്ക് തോന്നുന്നു. അതാണ് ഈ വീടെന്ന് വെച്ചാൽ വീടിനകത്ത് വേറെ ഇത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഞങ്ങൾ തന്നെ ഇത് മറ്റേ ഇതിലിരിക്കുകയാണ്. ഞങ്ങൾ ബാക്ക് സൈഡ് തരാം, വീടിന്റെ ബാക്ക് സൈഡ് തരാം, നമുക്ക് എൻട്രി ഇല്ല. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു വേണ്ടാണ്. അപ്പൊ ഭയങ്കര രസമായിരുന്നു അത്. ചില കട്ടുകളൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലേ എന്നൊക്കെ കാണുമ്പോഴാണ് മനസ്സിലായത്. ഇത് പറയുമ്പോ എനിക്കാണല്ലോ കൂടുതൽ എക്സൈറ്റ്മെന്റ് കാരണം. എനിവേ നമ്മളെല്ലാരും വെയിറ്റിംഗ് ആട്ടിയ സംഭവം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ വരാന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളാണ് ഗസ്റ്റ് എന്ന് പറഞ്ഞപ്പോ വാഴ 2ന്റെ കാര്യം ചോദിക്കാതിരിക്കാണ്ട് ഒരു നിവർത്തിയില്ല. അപ്പൊ എന്നായിരിക്കും ഉണ്ടാവുന്ന കുറെ പേര് ഇവിടെയൊക്കെ വന്നേന്ന് പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ക്വസ്റ്റൻ അതായിരുന്നു, അതൊന്ന് ചോദിക്കണം എന്നുള്ളത്. സോ എന്നായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? തീരുമാനിച്ചിട്ടില്ല, ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. ഷൂട്ട് കഴിഞ്ഞിട്ട് തീരുമാനിക്കാന്നുള്ളതാണ്. ഈ വർഷം ഉണ്ട്, ഈ വർഷം എന്തായാലും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 30% ആയി ഷൂട്ട്. പിന്നെ അത് ബാക്കി ഷൂട്ടുകൂടെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് ഒക്കെ പതുക്കെ വരുള്ളൂ. ഇതെല്ലാം നമ്മൾ വെയിറ്റിംഗ് ആയിട്ടിരിക്കും ഈ വർഷത്തേക്ക്. ഇപ്പൊ മനശ്വരയിലേക്ക് വരുന്ന സമയത്ത് ചെയ്യുന്ന മെജോറിറ്റി മൂവീസ് ഹിറ്റാണ്. ഈ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു ടൈപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതിന്റെ ആവശ്യമുണ്ടോ? സീരിയസ്ലി അത് പിന്നെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു കേട്ടായിരുന്നു, സ്കൂളിലെ കുറച്ച് പ്രോബ്ലംസ് പറഞ്ഞു കേട്ടായിരുന്നു. അങ്ങനെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നിന്നൊക്കെ ഓവർകം ചെയ്തിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ ഹിറ്റുകളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ ഒരു ജേർണി ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഈ പറഞ്ഞ പോലെ അവരുടെ മുമ്പിലൊക്കെ നമ്മൾ ജയിച്ചു നിൽക്കാൻ അതൊരു സ്പിരിറ്റ് അല്ലേ ശരിക്കും? അപ്പൊ എന്ത് തോന്നുന്നുണ്ട് ഇപ്പം? ഒരുപാട് സന്തോഷം. എല്ലാത്തിനും എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഞാൻ സിനിമയില് ഭയങ്കര പ്ലാൻ ചെയ്ത് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് നിന്ന് സിനിമയിൽ തന്നെ, ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അങ്ങനെ വിചാരിച്ചെത്തിയ, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് എത്തിയതല്ല. ഒരു ഡ്രീം ഉണ്ടാവുന്നതിന് മുന്നേ, അല്ലെങ്കിൽ എൻ്റെ കരിയറൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ സിനിമയിലേക്ക് എത്തിയ ഒരാളാണ്. സിനിമയിൽ വന്നേ പിന്നെയാണ് അതിൻ്റെ നല്ല വശങ്ങളോ അല്ലെങ്കിൽ
എന്താണ് അതിന്റെ ഒരു ഫെയിമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ആൾക്കാരുടെ തരുന്ന അറ്റൻഷൻ, അതാണ് എനിക്ക് ആദ്യം റിയലൈസ് ചെയ്യുന്ന അതാണ്. അതൊക്കെ കിട്ടിത്തുടങ്ങുമ്പോ തന്നെ അതിന്റെ ഒരു സൈഡ് എഫക്ട്സും അറിയാൻ തുടങ്ങി. ഇപ്പൊ സ്കൂളിൽ നിന്നാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്ത് അതും അറിയാൻ തുടങ്ങി. ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ജേർണിയിൽ ഞാൻ ഹാപ്പിയാണ്. എന്തോ എനിക്ക് ലൈഫിലൊരു അങ്ങനെ ഒരു എന്താ പറയുക അപ്രിസിയേഷനോ, ഞാൻ എല്ലാത്തിനും ഞാൻ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. സ്റ്റഡീസിലൊഴികെ ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഒന്നിൽ ഇതിൽ ഞാൻ ബെസ്റ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ ഒരു അപ്രിസിയേഷനോ ഒരു ചെയ്തതിനകത്ത് ഞാനൊരു ഭയങ്കര അടിപൊളിയായിട്ടും ഞാൻ അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ ഇതിനകത്താണ് എനിക്ക് ആൾക്കാരുടെ അപ്രിസിയേഷൻ കിട്ടുന്നതോ ആൾക്കാർ അതിനെ അംഗീകരിക്കുന്നതോ അങ്ങനെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ പോകുന്നത് ഇതിനകത്താണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ജോലി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഒന്നാണ്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു ഇതല്ല. ചെയ്യുന്നൊരു നമുക്ക് ഇൻകം വരുന്നൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യത്തിൽ നമുക്കത് സന്തോഷം കണ്ടെത്തുക എന്നുള്ളത്. അതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ആ ഒരു ജേർണിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാം അവസാനിക്കുന്നത് സന്തോഷത്തിലാണ്. എല്ലാത്തിനും സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു എഫേർട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താൻ പോവാണ്. സോ ഈ ഒരു ടൈമിൽ ഞാൻ ചോദിക്കുക, അതായത് ശരിക്കും ഈ ഒരു മൂവി കാണുന്ന സമയത്ത് ഓഡിയൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? വളരെ സന്തോഷത്തോടെ സന്തോഷം കണ്ടാസ്വദിച്ച് ചിരിച്ച് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. ഓക്കെ. ഈ പറഞ്ഞ തന്നെ നമുക്കൊരു നമ്മൾ ഞാൻ ചെയ്ത സിനിമകളുടെ ഒരു തുടർച്ച പോലെ തന്നെയാണ് ഈ സിനിമ. അപ്പോൾ ജയ കണ്ട് വാഴ കണ്ട് ഇപ്പം ഗുരുവായൂരൻ്റെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പം എനിക്ക് ആ ജോണറിൽ തന്നെ ഒരു പടം ചെയ്യാൻ പറ്റി. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മരണവീട് ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും അതേ ജോണറിൽ സിനിമയാണെങ്കിൽ അതിനകത്ത് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവണം എൻ്റെ ഡയറക്ടർക്കും എൻ്റെ ടീമിനും ഒക്കെ. ഇപ്പം ഈ പറഞ്ഞ ആർട്ടിസ്റ്റൊക്കെ നമ്മൾ ഇതേ ജോണിൽ കുറേ പടം കണ്ടല്ലോ എന്ന് പറയും. ഇപ്പം EMI കണ്ടിട്ടുണ്ട്, ജാനേമൻ കണ്ടിട്ടുണ്ട്, അപ്പം വേറെയും പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ആ ജോണറിൽ ഇനിയും അതിന് മേളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നൊരു സിനിമയാണ്. അപ്പം ആ ഒരു ധൈര്യത്തിന് നമ്മൾ അപ്രിസിയേഷൻ കൊടുക്കണം. കാര്യം ഈ റേറ്റിനും കിച്ച് ഇറങ്ങിയപ്പോൾ എല്ലാവരും കമ്പാരിസൺ ചെയ്ത് വരുമ്പോൾ എന്താവും ആ സമയത്ത് പേടിയാണ് നമ്മുടെ ക്രൂസിനൊക്കെ. പക്ഷെ നമ്മളത് ഓവർകം ചെയ്തു. അത് വേറെ ടൈപ്പ് ഓഫ് സിനിമ, നമ്മൾ വേറെ ടൈപ്പ് സിനിമ എന്ന് പറഞ്ഞ പോലെ ഇതിനും ഒരു കോമ്പറ്റീഷൻ സിനിമകളുണ്ട്. ഈ പറഞ്ഞ പോലെ ഓൾറെഡി ചെയ്ത് വെച്ച സൂപ്പർ ഹിറ്റ് ക്ലാസിക് മൂവീസ് ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ പിടിക്കുമില്ല, അതിന് മേളിൽ പിടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഈ സിനിമയ്ക്ക് നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു വണ്ടർഫുൾ ക്രെഡിറ്റ് വിഭിന്ന തന്നെയാണ്. അപ്പം അതിനാണ് വെയിറ്റിംഗ്. ആ കോൺഫിഡൻസിന് ഒരു കൈയടി. അപ്പൊ ജൂൺ 13 നമ്മുടെ ഇറങ്ങാൻ പോകുന്ന മൂവിക്ക് എന്റെ വക ഒരു വിഷസ്. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ പോലെ തന്നെ എക്സൈറ്റ്മെന്റ് നമുക്കുണ്ട്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിച്ചടക്കട്ടെ. താങ്ക് യു.